അസ്സലാമു അലൈക്കും ഉമ്മ. അവരില്ല നിയാസ് ഡോക്ടർ. അവരെ നമ്മൾ റീമയുടെ ഹോസ്പിറ്റലിൽ നിന്നും ഒഴിവാക്കി നാട്ടിൽ താമസിക്കുകയാണെന്ന്. അയാൾ ഇത്ര ഡിപ്രഷനിലാണത്രേ. ഭാര്യയും കുഞ്ഞും ഒന്നിച്ച് നഷ്ടമായവന് ഇനി അവിടെ ജോലി ചെയ്യാൻ വയ്യെന്ന്. ആ, എന്ത് ഡോക്ടറാണെങ്കിലും എന്താ, മനസ്സെല്ലാം മനുഷ്യരുടെ ഒരേപോലെയല്ലേ. സ്നേഹിച്ചവരെ ഒന്ന് നഷ്ടപ്പെടുമ്പോഴേ ഹൃദയത്താളം ഒന്ന് തെറ്റും. ഫെബി ഒരു ദിവസം വന്നപ്പോൾ റീമ ഫോണിൽ കൂടെ അറിഞ്ഞ കാര്യങ്ങൾ ഉമ്മയോടും ഉപ്പയോടും പറയുന്നത് ഷാക്കിറയും കേട്ടു. ദിവസങ്ങൾ നീങ്ങുന്നതിനോട് കൂടെ തന്നെ ഷാക്കിറയുടെ ജീവിതം പച്ച പിടിച്ചു വന്നു. കിട്ടിയ നഷ്ടപരിഹാരത്തിൽ നിന്നും 1 രൂപ പോലും എടുക്കാതെ അതൊരു അനാഥാലയത്തിലേക്ക് അവൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജീവിച്ചിരുന്ന 3 പെൺകുട്ടികളുടെ വിവാഹ ചിലവുകൾക്ക് അത് ഉപകരിച്ചു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ചെറിയൊരു ഷോപ്പ് അവൾ തുടങ്ങാൻ വേണ്ടി അതിന് പറ്റിയ സ്ഥലവും കെട്ടിടവുമെല്ലാം നോക്കി വെക്കുകയും തൽക്കാലം അത് വാടക കെട്ടിടത്തിൽ നിന്നും വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം തിരക്ക് നിറഞ്ഞതായിരുന്നു. റീമ നാട്ടിൽ ലീവിന് വന്നതുകൊണ്ട് അവളെ സഹായിക്കാനുണ്ടായിരുന്നു. നിയാസ് ഇപ്പോൾ ഈ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഡിപ്രഷനിൽ നിന്നും അവൻ നോർമലാകാൻ കുറച്ച് താമസം പിടിച്ചു. ആബിദിൻ്റെ കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആകാനായിട്ടുണ്ട്. ഐഷുമ്മ പിന്നീടുള്ള പിറന്നാളും നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെയും ആഘോഷിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അവർക്ക് റസിയോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുവരെ തലയിൽ കൊണ്ട് നടന്നിരുന്നവർ അതിപ്പോൾ താഴെ വെച്ചിട്ടുണ്ട്. ഷാക്കിറയ്ക്ക് ഉണ്ടായിരുന്ന അത്രയും ജോലിയൊന്നും ഇല്ലെങ്കിലും കുഞ്ഞിൻ്റെ പാലുകുടി മാറ്റിയ അന്നു മുതൽ ആ വീട്ടിലെ 3/4 ജോലിയും അവളുടെ തലയിൽ പതിയെ പതിയെ വന്നു ചേർന്നു. ഷാക്കിറയ്ക്ക് പറയാൻ ഉമ്മയും ഉപ്പയും സഹോദരിമാരുമുണ്ട്. പറയാൻ മാത്രമല്ല, സഹോദരിമാർ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. എന്നാൽ റസിയയ്ക്ക് ഉപ്പ മരിച്ചു, ഒരനിയത്തിയെയും മനയെയും പഠിപ്പിക്കാൻ തന്നെ ആ ഉമ്മ കഷ്ടപ്പെടുകയാണ്. അത് ആബിദിനും ഐഷുമ്മക്കും പറയാവുന്നത് കൊണ്ട് തന്നെ അവളുടെ കാര്യം കൂടെ കൂടെ കഷ്ടത്തിലായിക്കൊണ്ടിരുന്നു. റസിയയോട് ചതുർത്ഥിയായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുഞ്ഞിനെ തലയിലും താഴത്തും നിർത്താതെയാണ് ആയിഷുമ്മയും മെദീനാജിയും നോക്കുന്നത്. ആബിദിനും അവനെന്ന് പറഞ്ഞാൽ ജീവനാണ്. ആര്യമെന്നും കുഞ്ഞിനോട് അവൻ അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1 വയസ്സൊക്കെ ആയപ്പോഴാണ് അവൻ കുഞ്ഞിനോട് അടുത്തത്. കുഞ്ഞിനും അവനില്ലാതെ പറ്റില്ല എന്നാണ്. അവൻ വീട്ടിലുള്ളപ്പോൾ അവൻ്റെ അരികിൽ നിന്നും മാറില്ല. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും എല്ലാം കുഞ്ഞിന് ആബിദ് തന്നെ വേണം. അവൻ എത്തിയിട്ടേ കുട്ടി ഉറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആബിദ് എത്രയും നേരത്തെ വീട്ടിലെത്താൻ കഴിയുമോ അത്രയും നേരത്തെ എത്താൻ ശ്രമിക്കാറുണ്ട്. ഡോക്ടർ നിയാസ് ഇപ്പോൾ അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ് നിൽക്കുന്നത്. മകൻ്റെ ദുഃഖപൂർവമായ ജീവിതം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ് ആ ഉമ്മയും ഉപ്പയും. വർഷം 2 ആയിട്ടും ഇനിയൊരു വിവാഹം കഴിക്കാൻ പറയാൻ കഴിയാതെ അവർ വീർപ്പുമുട്ടിയിരുന്നു. നിയാസിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പെൺമക്കളില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉപ്പ തൻ്റെ അനിയൻ്റെ മകൾ സെജിനയെ ഫോൺ വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. സെജിന അവരുടെ വീട്ടിലേക്ക് വന്ന അന്ന് തന്നെയാണ് റീമയും ഭർത്താവും കുഞ്ഞും നിയാസിനെ കാണാൻ വന്നത്. റീമയെയും ഫാമിലിയെയും നിയാസിൻ്റെ ഉമ്മ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചപ്പോൾ ആരാ മുത്തമ്മ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സെജിനയും അടുക്കളയിൽ എത്തിയിരുന്നു. റീമ അവളെയും കണ്ടൊന്ന് പകച്ചു. പരസ്പരം ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഷാക്കിറക്ക് സെജിന മുഴുവനാക്കാതെ നിർത്തി. സുഖമാണ്. റീമ ചെറുപുഞ്ചിരിയാലെ ഉത്തരം നൽകി. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? ഉമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആബിദിൻ്റെ ആദ്യ ഭാര്യ ഷാക്കിറയുടെ അനിയത്തിയാണ് റീമ എന്ന അറിവ് അവളുടെ മുഖം മങ്ങിച്ചു. അത് അവളെ ഓർത്തായിരുന്നു. അവൾ അവിടെ അനുഭവിച്ചിരുന്ന സെജിന പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളത് കൊണ്ടായിരുന്നു. അവരുടെ സംസാരത്തിനിടയിൽ ഷാക്കിറയുടെയും നിയാസിൻ്റെയും ജീവിതം നിറഞ്ഞു നിന്നു. ഏറ്റവും ഒടുവിൽ നിയാസിൻ്റെ ഉമ്മ സെജിനയെ ഓർമ്മപ്പെടുത്തി. മോളെ, അവനൊരു ജീവിതമാകുമ്പോഴേ ഇതിൽ നിന്നൊക്കെ അവനെ കുറച്ച് ആശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ല, റീമ തിരിച്ചു പോകാൻ ഇനിയും ദിവസങ്ങളുണ്ടോ? സംസാരങ്ങൾക്കൊടുവിൽ നിയാസിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് സെജിനയിൽ നിന്നും ആ ചോദ്യം വന്നത്. ആ, 2 ആഴ്ച. റീമ അവൾക്ക് പെട്ടെന്ന് മറുപടി കൊടുത്തു. എന്നാലേ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നിയാസ്കയെ കൂട്ടി വരാം. എനിക്ക് ഷാക്കിറയെ ഒന്ന് കാണണം. സെജിന പറഞ്ഞപ്പോൾ അതിനെന്താ, വന്നോളൂ, ഇത്താക്കും അത് സന്തോഷമാകുമെന്ന് ചിരിയോടെ റീമ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന നിയാസിൻ്റെ ഉമ്മയുടെ മനസ്സിൽ പെട്ടെന്നാണ് ആശയം ഉദിച്ചത്. എന്തുകൊണ്ട് ഷാക്കിറയെ നിയാസിൻ്റെ ഭാര്യയായി കൊണ്ടുവന്നുകൂടാ?
ഷാക്കിറയെപ്പറ്റി എല്ലാം പറയുന്ന സെജിന പറഞ്ഞു അവളൊരു പാവാണെന്ന്. അവളാകുമ്പോൾ നിയാസിനും എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സാവകാശം കിട്ടും. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് സൗഹൃദത്തോടെ ജീവിക്കട്ടെ. അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നല്ലൊരു കൂട്ടാണ് വേണ്ടത്, എല്ലാം പങ്കുവെക്കാൻ ഒരാൾ. അതോർക്കെ ഷാക്കിറയെ കാണാൻ അവർക്കും ആഗ്രഹം തോന്നി. എന്നാൽ പിന്നെ മോളെ ഞാനും വരാം ഓളെ കാണാൻ. ഞാനും കുറേ ആയി ആ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. നിയാസിൻ്റെ ഉമ്മയുടെ പെട്ടെന്നുള്ള ആഗ്രഹം കണ്ട് അവളൊന്ന് അടിമുടി നോക്കി. അവളുടെ നോട്ടം കണ്ട് അവരൊന്ന് പണങ്ങി. ഇനി അവൾ തൻ്റെ മനസ്സ് വായിച്ചു എന്നറിയാതെ. റീമയും ഫാമിലിയും നിയാസ് വന്നതിന് ശേഷം പോകാനിറങ്ങി. അവർ പോയതോടെ നിയാസ് തൻ്റെ റൂമിലേക്ക് നടന്നു. ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞാണ് പോയത്. പിറ്റേന്ന് വൈകുന്നേരം ഷാക്കിറയുടെ വീട്ടിലേക്ക് നിയാസും സജിനയും ഉമ്മയും കൂടി വന്നു. റീമ സന്തോഷത്തോടെ അവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഷാക്കിറ എവിടെ? തൻ്റെ പ്രായമേ അവൾക്കുള്ളൂ എന്ന് അറിയാമായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഷാക്കിറത്തെ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. സെജിനയുടെ ചോദ്യത്തിന് ഇത്താത്ത അടുക്കളയിലുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത്താത്ത എന്ന് വിളിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് ആരുടെയൊക്കെ ശബ്ദം കേട്ടതും ഷാക്കിറ വേഗം കൈകൾ കഴുകി അകത്തേക്ക് വന്നു. ഏറെ വർഷങ്ങൾക്കിപ്പുറം പ്രതീക്ഷിക്കാതെ സെജിനയെ മുന്നിൽ കണ്ടപ്പോൾ ഷാക്കിറയുടെ കണ്ണി നിറഞ്ഞു. പണ്ടത്തെ പല കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. എല്ലാം മറന്നു വരികയായിരുന്നില്ലേ? കണ്ണു നിറച്ച് തന്നെ നോക്കുന്ന ഷാക്കിറയെ കണ്ട് സെജിനക്ക് വിഷമായി. എന്തിനാടോ കരയുന്നത്? താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കല്ല വേണ്ടത്. അവിടുന്ന് രക്ഷപ്പെട്ടത് ഞാൻ ഭാഗ്യമായി കരുതിക്കോ. സെജിന അവളെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം പറഞ്ഞു. റീമയും നിയാസും തമ്മിൽ അവൻ്റെ ഇപ്പോഴത്തെ വർക്കിനെ പറ്റിയും അവിടുത്തെ റീമ ജോലി ചെയ്യുന്നിടത്തെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിയാസിൻ്റെ ഉമ്മ ഷാക്കിറയുടെ അടുത്ത് കസേര ഇട്ടിരുന്നു. ഷാക്കിറയും സെജിനയും സംസാരിച്ച് നോക്കിയിരുന്നു. അവരുടെ സംസാരം സ്റ്റിച്ചിങ്ങിലും ഫാഷൻ ഡിസൈനിങ്ങിലും എല്ലാം കടന്നുപോയി. ഉപ്പ നിയാസിനടുത്തും ഉമ്മ ഷാക്കിറയുടെയും സജിനയുടെയും അടുത്തും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്നാക്സ് 2 പ്ലേറ്റിലും വേറെ വേറെ പ്ലേറ്റിൽ ചിപ്സും എടുത്ത് ഒപ്പം നല്ല പാൽച്ചായയും എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു എഴുന്നേറ്റു. പോകാൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പേയായി നിയാസിൻ്റെ ഉമ്മ ഷാക്കിറയുടെ ഉമ്മയോടായി ചോദിച്ചു, അല്ല ഇവൾക്കിനി കല്യാണമൊന്നും നോക്കുന്നില്ലേ? അവൾക്കും വേണ്ടേ ഒരു കുടുംബവും ജീവിതവും? അത് കേട്ടതോടെ അവൾ തല കുനിച്ചു നിന്നു. ഈ കുട്ടികളില്ലാത്ത ഞാനിനി എങ്ങനെ കുടുംബം ഉണ്ടാക്കാനാ എന്ന ചോദ്യം അവളിൽ തന്നെ നെരിഞ്ഞമർന്നു. വേണം, അവൾക്കൊരു പറ്റിയൊരു വിവാഹാലോചന വരട്ടെ. സ്വത്ത് മുതലൊന്നും അധികം ഇല്ലെങ്കിലും വേണ്ടിയില്ല. പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ദുശീലങ്ങളില്ലാത്ത ആരെങ്കിലും ആയാൽ മതി. ഉമ്മ തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. എനിക്ക് മോളെപ്പറ്റി സെജിന പറഞ്ഞിട്ടറിയാം. സെജിന അവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ? എൻ്റെ ചെറിയൊരു ആഗ്രഹം പറയട്ടെ. നിയാസിനും ഇപ്പോൾ ഞാനും ഉപ്പയും അല്ലാതെ ആരുമില്ല. അവൻ്റെ ജീവിതത്തിലും ഒരാൾ വേണം. അവർ തമ്മിൽ അറിയുന്നവരായാലെന്താ? ഷാക്കിറ എൻ്റെ നിയാസിനെ കൊണ്ട് ഉമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായ അങ്കലാപ്പിലായിരുന്നു അവൻ. എങ്ങനെ തനിക്ക് ഇതിന് സമ്മതമില്ലെന്ന് പറയും? റീമയുടെ മനസ്സും അത് കേട്ട് വേദനിക്കില്ലേ? ഇത്താത്തയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ ഒരുപാട് വിഷമം അവൾക്കുണ്ടെന്ന് അവനെ അറിയാവുന്ന കാര്യമാണ്. അത് മോൾക്ക് കുഞ്ഞുങ്ങൾ. ഷാക്കിറയുടെ ഉമ്മ പകുതിയിൽ നിർത്തി. നിയാസിൻ്റെ കുഞ്ഞും മരിച്ചതാണെന്ന് അവർക്കറിയാം. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞെന്ന മോഹത്തിന് ഷാക്കിറയെ കൊണ്ടായില്ലെങ്കിലോ എന്ന് തോന്നി പറഞ്ഞു. ഏയ്, അതിന് അവൾ ഡോക്ടറൊന്നും കാണിച്ചില്ലല്ലോ, ഉണ്ടാവില്ല എന്നൊക്കെ അറിയാൻ. പിന്നെ ഇനി അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടായ കുഞ്ഞുങ്ങളല്ലേ ആയുസ്സില്ലാതെ മരിച്ചത്. എല്ലാം പഠിച്ചവൻ്റെ തീരുമാനമാകും. എത്ര കുഞ്ഞുങ്ങൾ ഉമ്മയുടെ സ്നേഹവും ഉപ്പയുടെ സ്നേഹവും കാത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും പഠിച്ചവന് ഇങ്ങനെ ഒരു വിധി നൽകിയത് അതുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലോ? ആ ഉമ്മയുടെ മനസ്സിൻ്റെ വിശാലത ഓർത്തുപോയി അവർ. മനുഷ്യർ എത്ര തരം ഒരു ഡോക്ടറെ പോലും കാണിക്കാതെ കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് സ്വയം വിധി എഴുതി വേറെ വിവാഹം കഴിച്ചവൻ, അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചവർ. ആ ഉമ്മയുടെ സംസാരം കേട്ട് നിയാസ് ഇരുന്ന് വേർത്തു. അത് ഷാക്കിറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടില്ല, ഒരു വിവാഹം കഴിക്കാൻ അവൻ്റെ മനസ്സിപ്പോഴും പാകമായിട്ടില്ല എന്നതുകൊണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ തൻ്റെ ഈ ഒറ്റപ്പെടൽ മാറുമെന്ന് ഉമ്മ വിചാരിക്കുന്നതിൽ തെറ്റു പറയാൻ അവനെക്കൊണ്ടാകുന്നുമില്ല.
എത്രയും വേഗം വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ രണ്ടു പേർക്കും തമ്മിൽ സ്ഥാനങ്ങൾ ഇരു മനസ്സ് നൽകി വരുമ്പോൾ ജീവിതം തുടങ്ങാം. വീണ്ടും ആ ഉമ്മ പറഞ്ഞുകൊണ്ട് പോകാനിറങ്ങി. എന്തായാലും നമുക്കിനിയും സംസാരിക്കാം, ഇടയ്ക്ക് വിളിക്കാം, ധൃതിയൊന്നും വേണ്ട. കുറച്ച് നേരം ഇതിനെപ്പറ്റി ആലോചിക്കാൻ രണ്ടു പേർക്കും സമയം നൽകാം. എന്നാലും അവസാന വിവാഹത്തിന് സമ്മതമാണെന്ന് കേൾക്കാനാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേട്ടോ. അത് പറയുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. റീമയുടെ കൂടെ 2 ദിവസം നിൽക്കാമെന്ന മോഹത്തോടെ സന്ധ്യക്ക് കയറി വന്നതാണ് ഫെബിയും പിള്ളേരും. ഫെബിയുടെ ഭർത്താവ് വന്നിട്ടില്ല, ഉമ്മയും ഉപ്പയും തനിച്ചല്ലേ എന്ന് പറഞ്ഞ്. പിന്നെ അവർ സഹോദരിമാർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്നൊരു വിചാരം അയാൾക്ക് ഇല്ലാതില്ല. ഫെബി കൂടെ വന്നതോടെ ആ വീട്ടിൽ ഒച്ചയും ബഹളവും കളിയും ചിരിയുമൊക്കെയായി. തൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊരു കുഞ്ഞുങ്ങൾ വേണമെന്ന മോഹം ഷാക്കിറയ്ക്ക് ഏറി വന്നു. നിയാസും ഉമ്മയും സജിനയും വന്ന കാര്യം റീമയും ഉമ്മയും പറഞ്ഞതറിഞ്ഞ് ഫെബി, അവൾക്കും നിയാസിൻ്റെ പ്രപ്പോസൽ ഇഷ്ടമായി. നല്ലൊരു മനുഷ്യനയാൾ, ഒരിക്കലും മാബിനെ പോലെ ആവില്ല. ഷാക്കിറയെ സ്നേഹിച്ചാൽ പിന്നെ മരണത്തിലല്ലാതെ വേർപിരിക്കുകയുമില്ല. ഫെബിക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടന്നാൽ മതിയെന്ന് തോന്നി. എന്നാൽ എൻ്റെ ഇത്താത്തയുടെ ജീവിതം സുഖമായേനെ എന്നൊരു ചിന്ത വന്നു തുടങ്ങി. എന്താടോ നിൻ്റെ മുഖം ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നത്? നിയാസിൻ്റെ ഫ്രണ്ട് പ്രസാദ് അവനിങ്ങനെ ഒരു ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു. അവൻ്റെ ഫ്രണ്ടുമാണ്, അവൻ്റെ കൗൺസിലിംഗ് കൊണ്ടാണ് നിയാസ് ഇങ്ങനെയെങ്കിലും ആയതെന്ന് പറയാം. നിയാസ് ഇന്ന് ഷാക്കിറയുടെ വീട്ടിൽ വെച്ചുണ്ടായ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പ്രസാദിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. ആദ്യം കേട്ടപ്പോൾ പ്രസാദം ഒന്ന് പകച്ചുവെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു കൂട്ട് നല്ലതാണെന്ന് അവനും അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഉമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനോടൊപ്പം അവന് മോട്ടിവേഷൻ നൽകുകയും ചെയ്തു. എനിക്കൊന്ന് ഷാക്കിറയോട് സംസാരിക്കണം. റീമയുടെ ഫോണിലേക്ക് വിളിച്ച് നിയാസ് പറഞ്ഞപ്പോൾ ആദ്യം അവളൊന്ന് അമ്പരന്നു. പിന്നെ സന്തോഷം നിറഞ്ഞു. നിയാസിനെ ഷാക്കിറയോട് തനിയെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവന് ഈ ആലോചനയോട് താല്പര്യമുണ്ട് എന്നല്ലേ? റീമ തൻ്റെ സന്തോഷം കടിച്ചമർത്തി പറഞ്ഞു. പറ്റുമെങ്കിൽ അവളെ കൂട്ടി. എവിടെ വെച്ചാ? പറ്റുമെങ്കിൽ അവളെ കൂട്ടി ഒന്ന് പുറത്തേക്ക് വരുമോ? ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. റീമ അതും പറഞ്ഞു ഫോൺ കട്ടാക്കി. ഒറ്റ ഓട്ടത്തിൽ അവൾ ഫെബിയുടെ അടുത്തെത്തി. ഇത്തിരി തടിയുള്ളത് കൊണ്ട് തന്നെ ഓടിയത് കൊണ്ട് നന്നായി കരച്ചിരുന്നു. തൻ്റെ മുന്നിൽ കിടപ്പോടെ വന്ന് നിൽക്കുന്ന തൻ്റെ സഹോദരിയെ കണ്ട് ഫെബിയും അന്തിച്ചു പോയി. ഫെബി, നിയാസിനെ ഇത്താത്തിയോട് തനിച്ച് സംസാരിക്കണത്രേ. കിടപ്പോടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചുകൊണ്ട് പറയുന്നത് ഫെബി അത്ഭുതത്തോടെ നോക്കി. ആ ഒരു നിമിഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫെബിക്ക് റീമ എന്താണ് പറഞ്ഞത് എന്ന ബോധ്യം വന്നത്. അതോടെ പുറത്ത് തിണ്ണയിൽ ഇരുന്നിരുന്ന ഫെബി സന്തോഷത്തോടെ എണീറ്റ് റീമയുടെ കയ്യിൽ പിടിച്ച് സത്യാണോ എന്ന് ചോദിച്ചു. ആ നിമിഷം സന്തോഷം കൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നു. തങ്ങളുടെ സഹോദരിയുടെ ജീവിതം അവരിലൊരു നോവായി എന്നുമുണ്ട്. രണ്ടുപേർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. തങ്ങൾ 3 പേരിലും ഏറ്റവും പാവപ്പെട്ടവൾ അവളാണ്. അവർ 2 പേരും ഷാക്കിറയുടെ അടുത്തേക്ക് നടന്നു. വളരെ സന്തോഷത്തോടെ വരുന്ന തൻ്റെ അനിയത്തിമാരെ കണ്ട് അവരുടെ സന്തോഷത്തിനുള്ള കാരണം അറിയില്ലെങ്കിലും അവരുടെ സന്തോഷം അവളിലേക്കും പകർന്ന് ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ഷാക്കിറ അവരെ നോക്കി. അവർ 2 പേരും അപ്പുറവും ഇപ്പുറവും ഇരുന്നു. 2 പേരും അവളുടെ കൈ പിടിച്ചു. ഇവൾ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പുറത്ത് പോവാം. എന്താ ഷാക്കി? ഇത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ ആർക്കാണ് നിരസിക്കാൻ കഴിയുക? അവൾ സമ്മതത്തോടെ തലയാട്ടിയപ്പോൾ കൂടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ 3 പേരും കൂടി ആദ്യം അവളെയും കൊണ്ടുപോയത് ബീച്ചിലേക്കായിരുന്നു. തൻ്റെ 2 സഹോദരിമാരുടെയും കൂടെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് കടൽക്കാറ്റും പറ്റി നടക്കുന്നത് കൊണ്ടാവണം അവളുടെ മുഖം പതിവിലും തിളക്കമുണ്ടായിരുന്നു. കുറച്ച് നടന്ന 3 പേരും ഇരിക്കാൻ കിട്ടിയ ഇരിപ്പിടത്തിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിയാസ് വന്നതറിഞ്ഞ് 3 പേരും എഴുന്നേറ്റു. റീമയുടെ കൂട്ടുകാരൻ. അങ്ങനെ മാത്രമേ ഷാക്കിറയ്ക്ക് അവനെ കണ്ടപ്പോൾ തോന്നിയുള്ളൂ. ഉമ്മ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നതറിയാമെങ്കിലും ഒരു ഡോക്ടറായ അവന് താനുമായുള്ള വിവാഹത്തിന് ഇഷ്ടമാകില്ല എന്ന് തോന്നിയിരുന്നു. നമുക്കെന്നാലേ എന്തെങ്കിലും കഴിച്ചാലോ? നിയാസ് വന്ന് എല്ലാവരുടെയും കുശലാന്വേഷണം നടത്തിക്കൊണ്ട് റീമയുടെ മുഖത്തേക്ക് നോക്കി. സമ്മതമെന്ന രീതിയിൽ തലയാട്ടിയപ്പോൾ നിയാസ് മുന്നിലും ബാക്കി 3 പേരും ബാക്കിലുമായി നടന്നു. അങ്ങനെ കുറച്ചങ്ങ് അത്യാവശ്യം നല്ല ഹോട്ടലിൽ തന്നെ കയറി. ഫാമിലി റൂമിൽ ഇരിക്കുമ്പോൾ റീമയും ഫെബിയും ഒരു ടേബിളിന് മുന്നിലിരുന്നു. ഷാക്കിറ അവിടെ ഇരിക്കാൻ നിന്നപ്പോൾ അവർ അവളോട് നിയാസിൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു.
വെപ്രാളത്തോടെ നോക്കിയവളോട് നിന്നോട് എന്ത് സംസാരിക്കാനുണ്ടത്രേ എന്ന് പറഞ്ഞവർ അവളെ നിർബന്ധിച്ച് അവൻ്റെ ചെയറിന് അടുത്തിരുത്തി. 4 പേർക്കും കഴിക്കാനുള്ളത് ഓർഡർ ചെയ്തു. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നിയാസും എന്താണ് തന്നോട് അവന് സംസാരിക്കാനുള്ളതെന്നറിയാതെ ഷാക്കിറയിൽ നിന്ന് പരുങ്ങി. അതെ, എനിക്ക് ഉമ്മ പറഞ്ഞ കാര്യം. അവൻ ഷാക്കിറയുടെ മുഖത്തേക്ക് നോക്കി ഒരു വിധത്തിൽ പറയാൻ തുടങ്ങി. നമുക്കത് അങ്ങ് നടത്താടോ. എൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും മറന്നിട്ടല്ല. പിന്നെ നമുക്ക് 2 പേർക്കും ഇപ്പോൾ ഒരു കൂട്ടാവശ്യമില്ലേ? ഒരു കുടുംബജീവിതം നമ്മെക്കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരുന്നില്ലെന്നല്ല, കഴിയില്ല. തൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഇതുകൊണ്ട് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ആകട്ടെ. ബാക്കിയൊക്കെ കാലം നമ്മിൽ എന്ത് തോന്നിക്കുമോ അതുപോലെ ജീവിക്കാം. ഒരു കാര്യം ഉറപ്പ് തരാം, ഒരിക്കലും ആരുടെയും മുന്നിലും തന്നെ തല താഴ്ത്താനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. നമുക്കും ജീവിക്കാടോ. ആദ്യം ഒരു ഫ്രണ്ടായി, പിന്നെ അതങ്ങ് ഓളത്തിൽ നീങ്ങിക്കോളും. അവനെ എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ലെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു. ഉത്തരം എന്ത് പറയണമെന്നറിയാതെ ആദ്യമായി ആബിദിന് മുമ്പിൽ അല്ലാതെ ഒരാളുടെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തൻ്റെ സംസാരത്തിനിടയിലും അവൾ തൻ്റെ സഹോദരിമാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവളെ മനസ്സിലാക്കിയതുപോലെ അവൾക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന് മാത്രം ഉറപ്പുവരുത്തിയവൻ മുന്നിൽ കഴിക്കാൻ കൂടുന്ന ഷവർമയും ജ്യൂസും കഴിക്കുന്നതോടൊപ്പം അവളോടും കഴിക്കാൻ പറഞ്ഞു. തലയും താഴ്ത്തി തന്നിൽ ഒരു നോട്ടം പോലും വന്ന് നോക്കാതെ കഴിക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നവൻ ബില്ല് പേ ചെയ്ത് ഒടുവിൽ പോകാൻ നേരം നിയാസ് റീമയോടും ഫെബിയോടും തൻ്റെ തീരുമാനം അവിടെ അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോകുമ്പോൾ തലയും താഴ്ത്തി നിൽക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. വൈകുന്നേരത്തെ ചായക്കുടിയിലായിരുന്നു ഐഷുമ്മയും മക്കളും മരുമക്കളും. ആൺമക്കളുടെ കുടിക്കൽ കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ പറ്റൂ. അവർക്ക് വേണ്ടത് കഴിയുമ്പോൾ വിളിച്ചു പറയുന്നത് അനുസരിച്ച് പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാണ് അവിടുത്തെ എഴുതപ്പെടാത്ത നിയമം. സമയം കാലമൊന്നുമില്ല. ആൺമക്കളിൽ ആർക്കെങ്കിലും അതേപോലെ മൊയ്ത് ഹാജിക്കോ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ജോലിക്ക് ആളുണ്ടെങ്കിലും ഒറ്റ ദിവസവും പെണ്ണുങ്ങൾക്ക് പണി കഴിഞ്ഞിരിക്കാൻ നേരമില്ല. ഷാക്കിറാവുമ്പോൾ അവളെ ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ പണികൾ ചെയ്യിപ്പിക്കുമായിരുന്നത് കൊണ്ട് തന്നെ മറ്റു പെണ്ണുങ്ങൾക്കും കുറച്ച് റെസ്റ്റൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അവർക്കെല്ലാവർക്കും അത്യാവശ്യം മേലനങ്ങണം. തൻ്റെ ഭർത്താവ് റഷീദിന് ദോശ ചുട്ട് ചൂടോടെ കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് സെജിനയുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ, ആ മുത്തുമ്മ. ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ചു മറുകൈയിൽ ദോശയുമായി വന്നവൾ അവൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് സംസാരിച്ചു. മതി എന്ന് കൈകൊണ്ട് കാണിച്ചപ്പോൾ ഫോണും കൊണ്ട് അവിടെ തന്നെ നിന്നവൾ അവൻ എത്രയാണ് കഴിക്കുക എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയിട്ടാണ് വന്നിരുന്നത്. മക്കൾ കഴിക്കുന്നത് നോക്കി അവിടെ സൈഡിൽ ഇട്ടിരിക്കുന്ന ചാരുകസാരയിൽ ഇരിക്കുകയായിരുന്ന ഐഷുമ്മയും ചെവിയോർത്തു. മരുമക്കളുടെ ഫോണിൽ ബെല്ലടി കേട്ടാൽ അവർ എവിടെയാണെങ്കിലും ചെവിയും കൂർപ്പിച്ച് നിൽക്കും. ആണോ മുത്തുമ്മ, സന്തോഷമായല്ലോ. അപ്പോൾ നമുക്ക് അടുത്തന്നെ ഒരു വിവാഹം കൂടാല്ലേ? വളരെ സന്തോഷത്തോടെ സെജിന ഫോണിലൂടെ പറയുന്നത് കേട്ടപ്പോൾ ആയിഷുമ്മയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആരുടെ വിവാഹം എന്നറിയാൻ വേണ്ടി. അപ്പോൾ മുത്തുമ്മ, ഷാക്കിറ കല്യാണത്തിന് സമ്മതിച്ചു എന്നാണോ? സന്തോഷം കൊണ്ട് സെജിനയുടെ ഒച്ച കുറച്ച് ഉയർന്നിരുന്നു. ഷാക്കിറ എന്ന പേര് കേട്ടതോടെ ആബിദിനൊന്ന് തരിപ്പിൽ കയറി. ഒപ്പം എല്ലാവരുടെയും ശ്രദ്ധ സെജിനയിലായി. പക്ഷേ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അത്രയും സന്തോഷത്തിനിടയിൽ അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. മറ്റേരെയും നോക്കാതെ അവൾ തന്നെ മൂത്തുമ്മയോട് സംസാരിച്ച് നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് മനസ്സിലായത്. അല്ല സെജിന, ഇത് ഏത് ഷാക്കിറാൻ്റെ കാര്യമാണ് പറയണത്? ആര് വിവാഹക്കാരെയാണ് സംസാരിച്ചത്? ഐഷുമ്മക്ക് അതറിയാൻ തിടുക്കമായി. അവർ അവിടെ നിന്ന് ചോദിച്ചിട്ടും സംതൃപ്തി വരാതെ സെജിനയുടെ അടുത്തേക്ക് വന്നു. റസിയയും സെജിനയുടെയും വായിൽ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ വേണ്ടി. തൻ്റെ തൊട്ടു മുന്നിൽ ഐഷുമ്മ വന്നു നിന്നത് അവൾക്ക് ഇഷ്ടമായില്ല. മുറുക്കാൻ വായ നിറച്ച് മുട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ തുപ്പലം തെറിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരം അവൾക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിന്നെടുത്ത് നിന്ന് ബാക്കിലേക്ക് നീങ്ങി നിന്നാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. അതിൻ്റെ മൂത്തമ്മാൻ്റെ മോനിലെ നിയാസ്ക ഡോക്ടർ, അവൻ്റെ വൈഫും കുട്ടികളും ആക്സിഡൻറ്റിൽ മരിച്ച അത് നിയാസ്ക്ക് വിവാഹത്തിന് സമ്മതിച്ചുവെന്ന്, വിവാഹം പെട്ടെന്നുണ്ടാകുമെന്ന്. അപ്പോൾ ഇത് എന്താ ഷാക്കിറ എന്ന് പറഞ്ഞത്? ഐഷുമ്മക്ക് അത് അറിയാഞ്ഞിട്ടായിരുന്നു ധൃതി.
അത് ഷാക്കിറയാണ് വിവാഹം കഴിക്കുന്നത്. ഷാക്കിറയുടെ അനിയത്തി റീമയുടെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് നിയാസ്ക. അങ്ങനെയാണ് ഷാക്കിറയെ നിയാസ്കക്ക് പരിചയം. എൻ്റെ പഠിച്ചോനെ, 2 കുട്ടികളെ നഷ്ടപ്പെട്ട ഓനിന് ജീവിതത്തിൽ കുട്ടികൾ വേണ്ടെന്നാണോ? വേണമെന്നുള്ളവനായിരുന്നെങ്കിലേ ആ മച്ചിയെ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? ഐഷുമ്മ വീണ്ടും തൻ്റെ മനസ്സിലെ വിഷം മുഴുവനും തുപ്പി. ആബിദിന് പക്ഷെ അസ്വസ്ഥതയാണ് തോന്നിയത്. കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നൊരു കുഴപ്പം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. റസിയയുടെ കൂടെ കഴിയുന്നതിലും എല്ലാം കൊണ്ട് തൃപ്തി ഷാക്കിറയോടൊപ്പം കഴിയുമ്പോഴായിരുന്നു. റസിയ ഷാക്കിറയേക്കാളും സുന്ദരിയാണെന്നേ ഉള്ളൂ. ഒന്നിനും ഷാക്കിറയുടെ അടുത്ത് വരെ പോയിട്ടില്ല. ഷാക്കിറയെ പോലെ കൊള്ളില്ല. റസിയെ സ്നേഹിക്കുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും ഷാക്കിറ ഈ വീട് വിട്ട് പോവില്ല എന്നൊരു ഉറപ്പായിരുന്നു അവൻ്റെ മനസ്സിൽ. വയസ്സായ ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിക്കാനേ അവിടെ പോയി നിൽക്കില്ല എന്ന് തന്നെ ഉറച്ചിരുന്നു. എന്നാൽ അവളുടെ അനിയത്തിമാരെ പിടിച്ചു പിടിയാലെ കൊണ്ടുപോയി സംരക്ഷിക്കുമെന്ന് തീരെ കരുതിയിരുന്നില്ല. ആണെന്ന് പറയാൻ വയസ്സായ ഉപ്പ മാത്രമല്ലേ ഉള്ളൂ അവിടെ എന്ന് കരുതി. പിന്നെ ഉള്ളത് അനിയത്തിമാരല്ലേ. ആങ്ങളമാരുടെ ഉശിരൊന്നും പെണ്ണുങ്ങൾക്കുണ്ടാവുമല്ലോ. അവർ അവരുടെ ഭർത്താക്കന്മാർ പറഞ്ഞത് കേട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് കരുതി. വിവാഹമോചനം നേടി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അവളെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറാവാൻ. അവളെ മടക്കിയെടുക്കുക എന്നതിലൂടെ അവൾ തൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തുമെന്ന് അവൻ കരുതി. ഇനി അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവളെ തനിക്ക് കിട്ടുമെന്നും ഒരു കടുകുമണിയോളം ഉറപ്പില്ല. നിയാസ്കക്ക് എല്ലാം അറിയാം ഉമ്മ. നിയാസ്ക ഒരു ഡോക്ടറല്ലേ. അപ്പോൾ പിന്നെ ഏതൊരു കാര്യത്തിനും ചികിത്സ ഉണ്ടെന്നറിയാം. പിന്നെ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ എങ്ങനെ അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് നിങ്ങളൊക്കെ അങ്ങനെ ഉറപ്പിച്ചത്? സെജിനയ്ക്ക് ഐഷുമ്മയുടെ ആ സംസാരം ഇഷ്ടപ്പെടാതെ ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. ഇജിപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടോ? കുഞ്ഞുങ്ങളുണ്ടാകാതെ എൻ്റെ ആ ആങ്ങളൊക്കെ കുട്ടികളും പെണ്ണും മരിച്ചപ്പോൾ ഉണ്ടായ ഭ്രാന്ത് വീണ്ടും ഉണ്ടാകാതെ സൂക്ഷിച്ചോ? വീണ്ടും വീണ്ടും അവരുടെ നാവിൽ നിന്നും വിഷം തുപ്പിക്കൊണ്ടേയിരുന്നു. അതൊക്കെ ഞാനും എൻ്റെ വീട്ടുകാരും സഹിച്ചോളും, നിങ്ങൾ സഹിക്കണമെന്നില്ല. സഹിക്കട്ടെ സെജിന പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യരെ? ഇവരുടെ കൂട്ടത്തിലാണല്ലോ എനിക്ക് ജീവിക്കാൻ വിധി. പഠിച്ചോനെ. അവൾ കണ്ണുനീർ തുടച്ചു. ഇക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓരോന്ന് ഓർത്തുകൊണ്ട് കട്ടിലിൽ ചെടിഞ്ഞു കിടന്നിരുന്ന സെജിനയുടെ ഭർത്താവ് റഷീദിനോട് പറഞ്ഞു. എന്താ? തൻ്റെ ഉമ്മയിൽ നിന്നും അടർന്നു വീണ വാക്കുകൾ അയാളും കേട്ടതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത് തൻ്റെ ഉമ്മ തന്നെയാണോ എന്നൊരു സംശയമാണ് അവൻ്റെ മനസ്സിൽ. സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും സംസാരവുമാണ്. അത് പറയാൻ കൊണ്ട് തന്നെ സെജിന എന്താ പറയാൻ പോകുന്നത് എന്നൊരു ഊഹമുണ്ടായിരുന്നെങ്കിലും അവൻ ചോദിക്കാതെ ഇരുന്നില്ല. നമുക്ക് ഈ വീട് മാറായിക്ക. എനിക്ക് വയ്യ. ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി. മറുത്തൊന്നും പറയല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരിഞ്ഞു. മാറാം, അവനും സമാധാനിപ്പിച്ചു. സമാധാനിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, അവനും തോന്നി തുടങ്ങിയിരുന്നു വേറെ വീട് താമസമാക്കാൻ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റിലേക്കൊക്കെ ചെയ്യണേ.